ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി ഇനി ഗൗതമിൻ്റെ യഥാർത്ഥ അമ്മയെ കണ്ടെത്തണം കേട്ടോ. ഗൗതമിൻ്റെ അമ്മ രേവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരിക്കും കേട്ടോ റീമേക്കിൽ. അങ്ങനെ നിധി ഇങ്ങനെ വസുന്ധര ഓരോ ഭീഷണികളായി ഇങ്ങനെ ഗോപിയുടെയും ഈ പറയുന്ന പാറുവിൻ്റെയും മുന്നിലോട്ട് ചെന്നും കൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ യാദൃശികമായാണെങ്കിലും നിധി അത് കാണേണ്ടി വരികയാണ് കേട്ടോ. അപ്പം നിധിക്ക് ഇത് താങ്ങില്ല. അങ്ങനെ നിധി പിന്നീട് ഗോപിയുടെ വായിൽ നിന്ന് ഗോപി ഇങ്ങനെ മയങ്ങിക്കിടക്കുമ്പോൾ ആ ഓർഫനേജിനെ കുറിച്ചിട്ടുള്ള ആ സത്യം പുറത്തോട്ട് വരാനായിട്ട്, അതായത് ആ ഓർഫനേജ് ഇല്ല, എൻ്റെ മകൻ എനിക്ക് നഷ്ടമാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന അത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നത്തെ റിവ്യൂ ഞാൻ പിന്നീട് പറയാവേ. അങ്ങനെ ഈ ഒരു ഓർഫനേജിൻ്റെ ആ സത്യം നിധി അറിയുമ്പോൾ ആ ഓർഫനേജ് തേടി നിധി പോവുകയാണ് കേട്ടോ. പിന്നീട് നിധി ആ ഒരു സ്ഥാപനത്തിൽ ചെല്ലാണ്. അപ്പോൾ അവർ പറയും, എന്താ മേഡം എന്ന് പറയുമ്പോൾ, ഞാൻ ഈ സ്ഥാപനത്തിന് ഡൊണേഷൻ തരാൻ വേണ്ടി വന്നതാണ്. അത് കേൾക്കുന്ന അവർ പറയും, ശരി മേഡം, നല്ല കാര്യം, ഇങ്ങനെ വേണം, ഇങ്ങനെയുള്ള ആളുകളാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ ഇതാക്കാൻ പ്രചോദനമാവുന്നത് എന്നുള്ള അവരുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നിധി പറയുന്നത്, ശരി ഞാൻ തന്നേക്കാം, നിങ്ങൾക്കൊരു 25 ലക്ഷം രൂപ ഞാൻ തരാം, പക്ഷേ അത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കുറച്ച് ഫയലുകൾ കാണിച്ചു തരേണ്ടി വരും. ഈ ഓർഫനേജിൽ കുഞ്ഞുങ്ങൾ എത്രയുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയണമല്ലോ, ഇവിടെ നിങ്ങൾ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണമല്ലോ എന്ന് പറയുമ്പോൾ അയാൾ പറയണേ, അയ്യോ മാഡം, ഒരിക്കലും അത് കാണിച്ചു തരില്ല. ഈ ഒരു സ്ഥാപനത്തിലെ റെക്കോർഡ്സ് കാണിച്ചു തരിക എന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഒരു കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ് എന്ന് പറയണ്ടോ. ഇത് കേൾക്കുന്ന നീതി പറയണേ, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല എന്ന് പറയണ്ടോ. അത് കേട്ട ഉടനെ അയാൾ പറയണേ, പ്ലീസ് മാഡം, നിങ്ങൾ പൈസ തരുന്നുണ്ടെങ്കിൽ തരണം, കാരണം ഞങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പഴയതുപോലെയൊന്നും ആരും ഒന്നും തരാനില്ല, അതുകൊണ്ട് തന്നെ എവിടെ നിന്നൊന്നും കിട്ടാനില്ല, ഒരുപാട് മക്കളുണ്ട് ഇവിടെ, അത് തന്നാൽ നിങ്ങൾക്ക് വലിയ കാര്യം എന്നൊക്കെ നിധിയോട് പറയുമ്പോൾ നിധി പറയും, ശരി ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ, പക്ഷേ ഞാൻ ഈ പറയുന്ന റെക്കോർഡ് കാണിച്ചു തരണം. അയ്യോ, എനിക്കങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല, ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്, എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു കഴിഞ്ഞാലാണ് എനിക്കത് കാണിച്ചു തരാൻ പറ്റുള്ളൂ എന്ന് പറയട്ടോ. ഇതേ സമയം നിധി പറയും, നിങ്ങൾ നിങ്ങളുടെ മാനേജർക്ക് വിളിക്കുക, എന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് പറഞ്ഞു ഉടനെ, ശരി ഞാൻ വിളിക്കാം, അവർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ റെക്കോർഡ്സ് കാണിച്ചു തരാമെന്ന് പറയട്ടോ. അങ്ങനെ നിധിയുടെ മുന്നിൽ വെച്ച് അയാൾക്ക് വിളിക്കാൻ കേട്ടോ. അത് കാണുമ്പോൾ നിധിക്ക് വല്ലാത്തൊരു ടെൻഷനുണ്ട് കേട്ടോ. കാരണം പേടിയുണ്ട്, തന്നെ പിടിക്കപ്പെടുമോ എന്നൊരു പേടി നിധിക്കുള്ളിൽ വരികയാണ്. ഈശ്വര, അയാൾ എടുക്കരുത് ഫോണ് എന്ന ആ ഒരു പ്രാർത്ഥനയോട് കൂടിയായിരിക്കും നിധി അയാൾക്ക് മുന്നിൽ ഇരിക്കുന്നത്. അങ്ങനെ ഈ സമയം, അയ്യോ എൻ്റെ സാറിൻ്റെ ഫോണ് കിട്ടുന്നില്ലല്ലോ എന്ന് പറയണേ. നിങ്ങളുടെ സാർ എപ്പോഴും വരുമെന്ന് ചോദിക്കുമ്പോൾ, അത് ഏകദേശം 1 മണിക്കൂറെങ്കിലും കഴിയുമെന്ന് പറയണേ കേട്ടോ. അയ്യോ, 1 മണിക്കൂറൊന്നും എനിക്കിവിടെ ഇരിക്കാൻ നേരമില്ല, പ്ലീസ് മാഡം, നിങ്ങൾ 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ട ആ റെക്കോർഡ്സ് എനിക്ക് കാണിച്ചു തരാനും പറ്റും, നിങ്ങളിൽ നിന്ന് 25 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അതൊരു നല്ല കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിധി പറയണേ, അത്രയും നേരം എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല, കാരണം എന്തെന്നറിയോ, എനിക്ക് എൻ്റെ ഫ്ലൈറ്റ് പോകുന്നതിന് മുന്നേ എനിക്ക് അങ്ങോട്ടേക്ക് എത്തണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ അയാളാണെങ്കിലോ, എന്താ മാഡം ഇങ്ങനെയൊക്കെ വാശി പിടിക്കുന്നത്, ഒരു കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ താല്പര്യം, അതത്ര ശരിയായൊരു പ്രവൃത്തിയല്ലല്ലോ, ഒരു ഡൊണേഷൻ തരുമ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്നത് എന്തിനാ എന്നിങ്ങനെ അയാൾ പറഞ്ഞുടനെ തന്നെ നിധി പറയണേ, ഒരു ഡൊണേഷൻ എന്ന് പറയുന്നത് 1-2 ലക്ഷം രൂപയല്ല തരുന്നത്, 10-25 ലക്ഷം രൂപയാണ് തരുന്നത്. നിങ്ങളെപ്പോലെയുള്ളവർ പലവരും തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുന്ന കാലഘട്ടം, അതുകൊണ്ട് തന്നെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നില്ല എന്നുള്ള ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ റെക്കോർഡ് ചോദിക്കുന്നതെന്ന് പറയാം കേട്ടോ. ഇതേ സമയം അയാൾ പറയണേ, എൻ്റെ മാനേജർ എന്നെ വഴക്ക് പറയുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നിധി പറയണേ, എനിക്ക് 1-2 ഫയൽ കണ്ടാൽ മതി, എല്ലാ ഫയലുകളും കാണണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഫയൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 25 ലക്ഷം രൂപ തന്നോളാം എന്ന് പറഞ്ഞിട്ട് തൻ്റെ കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഈശ്വരമംഗലം കമ്പനിയുടെ ആ പേരൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ സമയം ആ കമ്പനി അറിയപ്പെട്ട കമ്പനിയാണെന്ന് അയാൾക്കും അറിയാലോ. അങ്ങനെ ഈ സമയം അയാളാണെങ്കിലും എന്തായാലും വേണ്ടില്ല, 25 ലക്ഷം രൂപ ഇപ്പോൾ ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ച് കിട്ടുന്നത് നല്ല കാര്യമാണ്, അതുകൊണ്ട് താൻ ഇപ്പോൾ ആ റെക്കോർഡ്സ് കാണിച്ചു കൊടുക്കാമെന്നൊരു തീരുമാനത്തിലെത്തണം കേട്ടോ. അങ്ങനെ അയാൾ, നിങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങണം, ഇതെൻ്റെ പണി പോകുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ റെക്കോർഡ്സുകൾ ഇരിക്കുന്ന ആ റൂമിലോട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി റെക്കോർഡ്സ് ഇരിക്കുന്നുണ്ടാവും. ഇത് കാണുന്ന നിധി തന്നെ ഞെട്ടിപ്പോകണം. ഇതേസമയം നിധിക്ക് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ നോക്കണം എന്നറിയാതെ നിധി ഞെട്ടി നിൽക്കണം. കാരണം ഒരു ദിവസം താനിരുന്ന് തിരഞ്ഞാലും ഗൗതമിൻ്റെ ഏത് റെക്കോർഡാണ് എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിധി അവിടെ തപ്പി പിടിക്കണം.
അങ്ങനെ നിധി ഒരു റെക്കോർഡ് അങ്ങ് എടുക്കണം കേട്ടോ. അതിലൊരു ഫയൽ അങ്ങ് എടുക്കണം. എന്നിട്ട് നിധി അത് മറിച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ അടുത്ത് കഴിഞ്ഞ ആ ഒരു കുട്ടികളുടെ ആ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിധി അയാളോട് പറയണേ, ഇതിപ്പോൾ അടുത്ത് കഴിഞ്ഞതല്ലേ, ഒരു 30 വർഷങ്ങൾക്ക് മുന്നേയുള്ള ആ റെക്കോർഡ് എന്ന് കാണിക്കാൻ പറ്റും. കാരണം ഞാനിത് പറഞ്ഞു കേട്ടത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേയുള്ള ഓർഫനേജ് ആണെന്ന, പക്ഷേ സത്യസന്ധമായി കാര്യങ്ങൾ നീക്കുന്ന ഓർഫനേജ് ആണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് 25 ലക്ഷം രൂപ തരാമെന്ന് കരുതിയത്. അതുകൊണ്ട് 30 വർഷങ്ങൾക്ക് മുന്നേ ഈ സ്ഥാപനം ഉണ്ടായിരുന്നോ, ഇവിടെ കുഞ്ഞുങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ അയാളാണെങ്കിൽ നിധിയുടെ വിഡ്ഢിത്തരത്തിൽ അങ്ങ് വീണു പോവാണ് കേട്ടോ. അയാൾക്ക് 25 ലക്ഷം എന്ന് കേട്ടപ്പോൾ അയാൾ അതിൽ വീണിരിക്കുന്നു. കാരണം ആ ഒരു ഓർഫനേജിനെ സംബന്ധിച്ച് അത്രയും തോന്നെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് പലതും ചെയ്യാമെന്നുള്ള ആ ഒരു ഇതായിരുന്നു അയാളുടെ മനസ്സിൽ കേട്ടോ. അങ്ങനെ നിധി ആവശ്യപ്പെട്ടതുപോലെ തന്നെ അയാൾ 30 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഫയലുകൾ ഇതായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കണിട്ട്. അപ്പോൾ 2-3 ഫയൽസുകളാണ് അതിലുണ്ടാവുക. അതിലൊരു ഫയൽ നിധി അയാളുടെ മുന്നിൽ വെച്ച് തന്നെ നോക്കുകയാണ്. അപ്പോൾ അതിലൊന്നുമില്ല കേട്ടോ. താൻ പറയുന്ന ആ ഒരു ഡേറ്റിന് അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. പിന്നീട് നിധി അടുത്ത ഫയൽ എടുക്കുകയാണ്. അപ്പോൾ ഇയാൾക്കൊരു ഫോൺ കോൾ വരികയാണ്. അങ്ങനെ ഇയാൾ അങ്ങ് പുറത്തു പോവുകയും ചെയ്തു. എന്നാൽ ഈ സമയം നിധി ആ ഒരു റെക്കോർഡ് ഇങ്ങനെ മറിക്കുകയാണ്. പിന്നീട് തനിക്ക് കിട്ടിയ ആ ഒരു ബില്ലുണ്ടല്ലോ, അതിൽ ഡേറ്റ് ഉണ്ടല്ലോ, പക്ഷേ ഏതാണ് ഓർഫനേജ് എന്ന് മാത്രമല്ലേ അറിയാതിരുന്നതുള്ളൂ. അങ്ങനെ ഈ സമയം ആ ഒരു ബില്ലിൻ്റെ ഡേറ്റ് വെച്ചിട്ട് നിധി ഇങ്ങനെ തപ്പിപ്പിടിക്കുമ്പോൾ അതിൽ കാണാൻ കഴിയും ഗോപി എന്നുള്ള പേര് കേട്ടോ. ഈശ്വരമംഗലം ഗോപി എന്ന് കാണാൻ കഴിയും. എന്നിട്ട് ഗൗതം എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് അതിലെഴുതിയിട്ടുണ്ടാവും ഗൗതമിൻ്റെ അമ്മ രേവതി എന്നും കൂടി എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അത് കാണുന്നതിനോട് കൂടി നിധി അങ്ങ് ഞെട്ടിപ്പോണ്. ഗൗതമിൻ്റെ യഥാർത്ഥ അമ്മ രേവതിയാണ്. ഈശ്വര, എൻ്റെ ഗൗതം ഇത് താങ്ങുമോ, എന്ത് ചെയ്യും ഇനി ഞാൻ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് കാണാം ആ ഒരു ഓർഫനേജിൻ്റെ മാനേജർ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു കേട്ടോ. അങ്ങനെ അയാൾ, നിങ്ങളെന്താ ഈ റെക്കോർഡ്സ് റൂമിൽ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞാൻ ഈ ഓർഫനേജിന് വേണ്ടി 10-25 ലക്ഷം രൂപ തരാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ഓർഫനേജിൽ സത്യസന്ധമായി കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയാനാണ് ഞാൻ ഈ റെക്കോർഡ്സ് നോക്കുന്നതെന്ന് പറയുമ്പോൾ നിധി ഈ ഫോട്ടോ എടുക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അതായത് ഗൗതമിൻ്റെ അമ്മ രേവതിയാണെന്നുള്ള ആ ഫോട്ടോ എടുക്കാൻ ഒരുങ്ങുമ്പോഴാണ് അയാൾ വരുന്നത്. മര്യാദക്ക് നിങ്ങളുടെ മൊബൈൽ ഇങ്ങ് താ എന്ന് പറഞ്ഞിട്ട് നിധിയുടെ ഫോൺ വാങ്ങി ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നിധിക്ക് ഫോട്ടോ എടുക്കാൻ കഴിയില്ല. അങ്ങനെ അയാൾ പറയും, മര്യാദക്ക് പുറത്ത് കിടക്ക്, ഇവിടെ പല രഹസ്യങ്ങളും ഉണ്ടാവും. കാരണം ഒരു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ചിലവർ എല്ലാം അറിഞ്ഞിട്ട് കൊണ്ടുവരുന്നവരുണ്ട്, ചിലവർക്ക് നോക്കാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളും ഇന്നിപ്പോൾ വലിയ ലെവലിലെത്തിയ ആളുകളുടെ മക്കൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ റെക്കോർഡ്സും ഈ ഒരു ഫോട്ടോ എടുക്കലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ സ്ഥാപനത്തിന് തന്നെ പ്രശ്നമാണ്. ഒരു കേസും കാര്യങ്ങളും കൂട്ടങ്ങളുമായി ഞങ്ങൾ പോവേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്ത് മര്യാദക്ക് പുറത്ത് കിടക്ക്. അത് കേൾക്കുന്ന നിധി പറയാണ്, 25 ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തരുന്നത്, 1-2 ലക്ഷം രൂപയല്ല. അത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ സ്ഥാപനം നല്ല രീതിക്കാണ് പോകുന്നതെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ റെക്കോർഡ്സ് നോക്കിയത്. ഏത് രീതിക്കാണെങ്കിലും ഒരു കുഞ്ഞിനെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളാണ് ഈ റെക്കോർഡ്സിൽ എഴുതിയിട്ടുള്ളത്. അതിൽ നിന്നും എന്തെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ ആ കുഞ്ഞിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ സ്ഥാപനത്തിനായിരിക്കും പേരുദോഷം വരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ നിൽക്കരുത്, മര്യാദക്ക് പോ എന്നങ്ങ് പറഞ്ഞ് നിധിയെ ആട്ടിവിടാണ് കേട്ടോ. അങ്ങനെ നിധി പുറത്ത് കിടക്കണേ. ഇതേ സമയം ആ ഒരു റെക്കോർഡ്സ് റൂം പൂട്ടിയിടാൻ വേണ്ടി അവിടുത്തെ ആ സ്റ്റാഫിനോട് പറയുന്നുണ്ട്. പിന്നീട് നിധി പുറത്ത് കടന്നതിന് ശേഷം, ഈശ്വര, എൻ്റെ ഗൗതമിനെ പ്രസവിച്ചത് പാറുവല്ലല്ലോ, ഈ രേവതി എന്ന് പറയുന്ന സ്ത്രീയാണല്ലോ, അവരെവിടെയായിരിക്കും? പാറുവിനെ സ്വന്തം അമ്മയാണെന്ന് കരുതി എൻ്റെ ഗൗതം കൊണ്ടു നടക്കുമ്പോൾ ഗൗതം ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഗൗതമിന് താങ്ങില്ല. ഇനി എന്ത് ചെയ്യും ഈശ്വര എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇതിന് കാരണക്കാരി വസുന്ധര തന്നെയാണ്. നിധി രണ്ടാമതും ഇതിലോട്ട് ഇറങ്ങാനുള്ള കാരണക്കാരി കേട്ടോ. കാരണം വസുന്ധര പലതും പറഞ്ഞ് പലവരെയും ഭീഷണിപ്പെടുത്തുന്നത് നിധി കാണുമ്പോഴാണ് നിധിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് തോന്നുന്നു. പിന്നെ അതുമാത്രമല്ല, 2 ആഴ്ചകൾക്ക് ശേഷം ഗൗതമിൻ്റെ യഥാർത്ഥ അമ്മ പുറത്തു വരുന്ന ആ ഒരു സീനും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു രംഗം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ റിവ്യൂ ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും ഇടാവേ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.